ചേട്ടാ ഇത് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കരുതുന്നു? ഇതിൻ്റെ വ്യക്തമായിട്ട് അയാളുടെ മകൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ അച്ഛൻ അയാളുടെ കൂടെ വന്ന് ഇവിടെ ഇരിക്കുകയും അയാൾ സ്ലാബിട്ട് മൂടുകയാണെന്ന് അയാളുടെ മകൻ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. അത് പോലീസിനോട് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. സർക്കിൾ നേരിട്ട് മൊഴി കൊടുത്താണ്, ചാനലുകളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂടുകയാണെങ്കിൽ ജീവനുള്ള സമയത്ത് തന്നെ മൂടി എന്നുള്ളതല്ലോ. അങ്ങനെയല്ലേ നമുക്ക് കരുതാൻ പറ്റുമോ? അദ്ദേഹം തന്നെ പറയുകയാണല്ലോ, എൻ്റെ കൂടെ വന്നു, മരുന്ന് കഴിച്ചു, എൻ്റെ കൂടെ വന്നു, അതിനകത്തിരുന്നു, ആത്മാവ് പോകുന്നത് അയാൾ കണ്ടു എന്നാണ് പറയുന്നത്. ആത്മാവ് പോയതിനു ശേഷം സ്ലാബിട്ട് മൂടി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവില്ലേ എങ്ങനെയാണ് ആത്മാവ് പോയത്, ഇത് സ്ലാബിട്ട് മൂടിയത് ഏത് തലത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതൊരു കൊലപാതകത്തിന് സമാനമായ സംഭവം നടന്നു എന്നാണ് നാട്ടുകാർ കരുതുന്നത്. അയാൾ പറയുന്ന അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ കൊലപാതകമാണ്. മകൻ തന്നെ പറയുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കൊലപാതകമല്ലേ? കൊലപാതകമാണ്. അപ്പം അതിൻ്റെ ദുരൂഹത മാറിക്കിട്ടണം എന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പം 9-ാം തീയതി മുതൽ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ നാട്ടുകാർ അറിയുന്നത് ഇന്നലെ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണല്ലേ? അതെ, 9-ാം തീയതി രാവിലെ 11 മണിക്ക് മരിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അതിനുശേഷം അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് കർമ്മങ്ങൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആരെയും കാണിക്കാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു എന്നാണ് അയാൾ മൊഴി കൊടുക്കുന്നത്. അപ്പോൾ ആരെയും കാണിക്കാത്ത രീതിയിൽ അയാൾ പെട്ടെന്ന് തന്നെ 3 മണിവരെ ആ കർമ്മം നടത്തി എന്നാണ് പറയുന്നത്. കർമ്മമൊക്കെ നടത്തിയതിന് ശേഷമാണ് അയാൾ പോസ്റ്റർ കൊണ്ടൊട്ടിച്ചത്. അതായത് ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രഷറിനും ഷുഗറിനുമുള്ള ഗുളികയൊക്കെ കഴിച്ച് ഇൻസുലിനൊക്കെ എടുത്ത ശേഷം വന്നു എന്നുള്ളതാണ് മക്കൾ തന്നെ പറയുന്നത്. അവിടുന്ന് അതിനുശേഷം നടന്ന് ഈ വഴി വന്ന് മകനൊപ്പം നടന്നു വന്ന് അവിടേക്കിരുന്നു, താൻ സമാധിയായി എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ജീവനില്ല, അതുകൊണ്ട് ഞാൻ മൂടി എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെ നടന്നു വരാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ആത്മാവ് പോകുന്നത് അയാൾ കണ്ടു എന്നാണ് പറയുന്നത്. അയാൾക്ക് അറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അയാളുടെ അടുത്ത് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചു, ഒരു ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ചോദിച്ചപ്പം അത് എനിക്കറിയാം എന്നാണ് അയാൾ പറഞ്ഞത്. ആത്മാവ് പോകുന്നത് അയാൾക്ക് അറിയാൻ സാധിക്കുമെന്ന് അയാൾ മൊഴി എടുത്തിട്ടുണ്ട്. മകൻ പറയുന്നത്? മകനായിട്ടുള്ള പൂജാരി പറയുന്നത്. ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന ആൾ വർഷങ്ങളായി ഇവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ കോവില് 2 വർഷം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ നാട്ടുകാരെ ഈ പരിസരത്തോട്ട് ആരും കയറ്റാറില്ല, അവർ തന്നെ കയറ്റാറില്ല. നാട്ടുകാരൊന്നും ഇവിടെ വരല്ല. ഈ ഗോപൻ എന്ന് പറയുന്ന ആള് ആറാലമൂട് മാർക്കറ്റിലെ ചുമട്ട് തൊഴിലാളിയാണ്. ഇവർ ഇപ്പോൾ മകനൊക്കെ പറയുന്നത് അയാൾ സ്വാമി എന്നാണ്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, നാട്ടുകാർക്കും അറിയാൻ സാധ്യത കുറവാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്, എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയതെന്നുള്ളത്. പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ അറിയാമെന്നുള്ളതാണ്. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇയാളുടെ മൂത്ത മകനെ വീട്ടിനകത്ത് അടക്കിയിട്ടുണ്ട്. ആ വീട് വിറ്റിട്ടാണ് ഇവരിവിടെ വന്ന് 50 സെന്റ് വാങ്ങിച്ച് താമസിക്കുന്നത്. ഇവിടെ എത്ര വർഷമായിട്ടുണ്ടോ ഇവർ താമസിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു 10-20 വർഷം കൊണ്ട് താമസിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു പോലീസ് അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. പോലീസിന് സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് കളക്ടറെ അറിയിച്ചു. ഇത് തുറന്ന് പരിശോധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിപ്പോൾ എപ്പോൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അതെ, ഈ നാട്ടുകാരുടെ സംശയം മാറ്റിക്കിട്ടണം. ദുരൂഹത ഉണ്ടെങ്കിൽ അത് തെളിയണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊലപാതകമാണോ, ദുരൂഹത ഉണ്ടോ, അത് നാട്ടുകാരുടെ സംശയം മാറി കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇത് ആരുടെയും വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമൊന്നുമല്ല. നാട്ടുകാരങ്ങനെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു നാട്ടുകാരല്ല. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട നാട്ടുകാരും ഈ ഭാഗത്ത് താമസമുണ്ട്. അവർക്കൊന്നും ഇതിനോട് യോജിപ്പില്ലാത്തവരാണ്. അതാണ് ഈ ദുരൂഹത നീക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിഷയത്തിൽ ഇടപെടുകയും. ചില കാര്യങ്ങൾ എന്തൊക്കെയോ ഇവിടേക്ക് ഒരു പിശക് തോന്നുന്നുണ്ട്. കാരണം ഈ ഗോപൻ എന്ന ആൾ ചുമട്ട് തൊഴിലാളിയായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാർ വലിയ ബലമായി തന്നെ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ മൂത്ത ഗോപന്റെ മകനും സമാനമായൊരു സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നാണോ ഇവർ പറയുന്നത്? അതിന്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാണോ? കാരണം വിശ്വാസമല്ല, ഇത് അന്ധവിശ്വാസത്താൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടെങ്കിൽ ഗൗരവമാണ്. കാരണം ജീവനോടുകൂടി തനിക്ക് ആത്മാവ് പോകുന്നതൊക്കെ അറിയാമെന്ന് പറയുമ്പോൾ ഈ യുഗത്തിലാണ്, ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതൊരു ക്രൈമാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നതിലേക്കൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അന്തിമമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ലഭിക്കേണ്ടത്. അപ്പോൾ ഈ അയൽവാസിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ നാട്ടുകാരനായിരിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പുതുതായി എന്തൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്?
പ്രജീഷ്, അതായത് ഇതിനു മുൻപ് ഇദ്ദേഹത്തിന്റെ ഒരു മകൻ മരണപ്പെട്ടപ്പോൾ സമാനമായി തന്നെ സമാധി ഇരുത്തുന്നത് പോലെ വീടിനുള്ളിൽ അടക്കം ചെയ്യാനൊരു നീക്കം നടത്തിയിരുന്നു. അന്ന് നാട്ടുകാർ ഇടപെട്ടത് തടഞ്ഞു. അതിനുശേഷം പിന്നീട് സാധാരണ നിലയിൽ ആളുകളെ അടക്കുന്നത് പോലെ വീടിനുള്ളിൽ അടക്കം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോൾ പ്രജീഷിന് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ തൊട്ടു പിന്നിൽ ഈ കാണുന്ന ഇത് പോലീസ് ഈ വിവരം പുറത്തേക്ക് വന്നതിന് ശേഷം നാട്ടുകാർ ഈ വിഷയത്തിൽ പരാതിപ്പെട്ടതിന് ശേഷം കെട്ടിയിരിക്കുന്നതാണ്. ഇതിന് അപ്പുറത്തേക്ക് ഇനി കടക്കാൻ കഴിയില്ല. ഈ കാണുന്ന സ്ഥലത്ത് എൻ്റെ തൊട്ടു പിന്നിൽ കാണുന്ന ഈ ഉയരത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന കോൺക്രീറ്റിനകത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മക്കൾ പറയുന്നത്. അങ്ങനെ അത് സ്വയം വന്നിരുന്നു. അതിനുശേഷം ആ കാണുന്ന സ്ലാബ് ഇട്ട് അത് മൂടി അതിൻ്റെ ഉള്ളിൽ ഈ കർപ്പൂരമടക്കം മറ്റ് കർപ്പൂരം ഉൾപ്പെടെയുള്ള സുഗന്ധദ്രവ്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ തറയുടെ ഒരു ഭാഗം ആദ്യം കെട്ടിയിരുന്നത് ഈ ഗോപൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഈ സൈഡിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പുതിയതായി തേച്ചു വെച്ച സിമെൻറ്റും മറ്റുമൊക്കെ. അത് ഈ ഇതിനകത്തേക്ക് ഗോപൻ വന്നിരുന്നതിന് ശേഷം തങ്ങൾ ചെയ്തതാണ്. അതിനുശേഷം ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ആ മുകളിൽ കാണുന്ന സ്ലാബ് എടുത്തു വെച്ച് മൂടി അവിടെ ഒരു വിളക്കൊക്കെ വെച്ച് അവിടെ ഏതൊക്കെയോ പൂജ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ മകൻ പറയുന്നത്. അതായത് പ്രഷറിനും ഷുഗറിനും ഒക്കെ മരുന്ന് കഴിച്ചതിന് ശേഷം ഈ ഗോപൻ എന്ന് പറയുന്നയാൾ മകനോട് തനിക്ക് സമാധിയാകണമെന്ന് പറയുന്നു. അവിടെ നിന്ന് രണ്ടുപേർ കൂടി ഈ കാണുന്ന വീട് നമ്മൾ നടന്നു വന്ന ചെറിയ ദൂരം മാത്രമാണ് വീടിൻ്റെ ഒരു കാണുന്ന ഒരു 50 മീറ്റർ 60 മീറ്റർ ദൂരത്തിൽ ആണ് ഈ പറയുന്ന ഗോപൻ്റെ വീടിരിക്കുന്നത്. ആ കാണുന്ന വഴിയിലൂടെ ഇവിടേക്ക് നടന്നു വന്ന് ഗോപൻ ഇവിടെ ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് വിശ്വസിക്കാൻ നാട്ടുകാർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് മറ്റൊരു മകൻ്റെ കാര്യത്തിലും ഇതുപോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ തന്നെ അവർ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ പൂജയുണ്ട് എന്നുള്ളതാണ് മകൻ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 2 വർഷമായി ഇവിടെ പൂജയൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. ചൂണ്ടുതൊഴിലാളിയായ ഒരാളായിരുന്നു ഗോപൻ എന്നുള്ള നിലയിൽ നാട്ടുകാരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുന്ന ആളാണോ, ചുമട്ടുതൊഴിലാളിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഈ പൊതുജനങ്ങളുമായിട്ടൊക്കെ സമ്പർക്കം ഉണ്ടായിരിക്കണമല്ലോ. അപ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും ഇയാൾ പറയുമായിരുന്നു? അതല്ല ഇയാൾ സ്വാമിയാണെന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ പ്രതികരിച്ച ആൾ പറയുന്നത് ഞങ്ങൾക്കൊക്കെ അമ്പരപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തട്ടിക്കൂട്ടല്ലേ, ഒരു ദുരൂഹത അവിടെ സ്മെല്ല് ചെയ്യുന്നുണ്ടല്ലേ? പ്രജീഷ്, അതായത് നമ്മളോട് ഈ പഞ്ചായത്ത് മെമ്പർ രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതിനു മുൻപ് അവർ ഇതിലൂടെ വന്ന സമയത്ത് ഈ പറയുന്ന ഗോപൻ എന്ന് പറയുന്ന ആൾക്ക് വയ്യാതിരുന്ന ആ സമയത്ത് താൻ മരിക്കുമ്പോൾ തന്നെ സമാധി ഇരുത്തണം എന്നൊരു ആവശ്യം ഈ ഗോപൻ ഉന്നയിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം ഈ മെമ്പർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പൂജാരിയായിരുന്നു ഇദ്ദേഹം എന്നുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നു? ഈ സമാധി ഇരിക്കണമെന്ന് പല നാട്ടുകാരോടും ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മെമ്പറടക്കം അത് പറയുന്നത് ശരിയാണ്? നമ്മളെ നാട്ടുകാരാണ്, എന്നോട് പറഞ്ഞിട്ടില്ല. മെമ്പറിനോട് പറഞ്ഞിരിക്കുമായിരിക്കും, എനിക്കറിയില്ല. മെമ്പർ ഏതർത്ഥത്തിലാണ് അത് പറയുന്നതെന്നുള്ളതും എനിക്കറിയില്ല. ഈ ഭാഗത്ത് താമസിക്കുന്നത് കംപ്ലീറ്റ് ഈ പരിസരത്തുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ പരിസരത്ത് ആൾക്കാരുണ്ട്. അവർ രാവിലെ വന്ന് ഈ മെമ്പർ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടുള്ള മൊഴി ഇവിടെ എല്ലാ ചാനലുകളിലും ബൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്തൊന്നും പറയാത്ത കാര്യം മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ്. നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. മെമ്പർ എന്ത് അടിസ്ഥാനത്തിലാണത് പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. ഈ ജീവിച്ചിരുന്ന കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ചൂണ്ടുതൊഴിലാളി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ ആയിട്ട് സമ്പർക്കം ഉണ്ടായിരുന്ന ആളാണോ ഈ പറയുന്നത്? ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളായിരുന്നു. ഞാൻ ഈ മാർക്കറ്റിനകത്ത് വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. അദ്ദേഹം ചുമട്ടുതൊഴിലാളിയായിരുന്നു, ഞാനുമായിട്ട് നല്ല ബന്ധമായിരുന്നു. അദ്ദേഹം BMS കാരനായിരുന്നു, BMS തൊഴിലാളിയായിരുന്നു, CIT കാരനായിരുന്നില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ CIT വന്നെങ്കിലും പിന്നീട് BMS-ലോട്ട് പോയി. BMS തൊഴിലാളിയാണ്, എന്നിട്ട് റിട്ടയർഡ് ആയതാണ്. അതിപ്പോൾ എത്ര വർഷമായി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അടുപ്പമൊക്കെ കുറഞ്ഞ് വീട്ടിലേക്ക് കൂടിയിട്ട് ഇപ്പോൾ എത്ര ആളായി? ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് കാലമായി. എപ്പോഴെങ്കിലും കാണുമ്പോഴേ നമ്മൾ സംസാരിക്കാറുള്ളൂ. ഇപ്പോൾ കുറേ കാലം കൊണ്ടൊരു 10 വർഷം കൊണ്ട് കാണലില്ല. 10 വർഷമായി ഇദ്ദേഹത്തെ സംസാരിച്ചിട്ടൊക്കെ? 10 വർഷത്തോളമായി. അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്, അതായത് ആദ്യത്തെ വീടുണ്ടായിരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്? ജംഗ്ഷൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മളുമായിട്ടല്ല, ഞാനുമായിട്ടല്ല, എല്ലാവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇവരുടെ ഈ മകൻ്റെ സംസാരത്തിലെല്ലാം ഒരു അവ്യക്തതയുണ്ട്. മാത്രമല്ല സർവത്ര ദുരൂഹമാണ് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ മകനൊക്കെ ആയിട്ട് ഏതെങ്കിലും കാലത്ത് സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? മകൻ നമ്മുടെ വീടിന് നേരെ ഫ്രണ്ടിലൊരു കടയിട്ടിരുന്ന ഒരാളാണ്. അയാൾ ഒരു പ്ലംബിങ്ങിൻ്റെയും ഇലക്ട്രിക്കിൻ്റെയും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അയാൾ ഈ പൂജാകർമ്മങ്ങളൊക്കെ പോകുന്ന ആളുമാണ്. പക്ഷെ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അയാൾ തന്നെ പറയുകയല്ലേ. അപ്പം അയാൾ തന്നെ ഒരു പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഇതൊരു കൊലപാതകത്തിൻ്റെ ഇതിലോട്ട് പോകില്ല. അപ്പം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കണ്ടേ?